Welcome to Entrance Physics 40. അങ്ങനെ വേവ് ഓപ്റ്റിക്സിലെ ചില കാര്യങ്ങൾ കണ്ടു തുടങ്ങും. ടോപ്പിക്സ് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നു. എൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പുറകെ വരും. ആദ്യം ഈ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്, ഇത് ജനറലായിട്ടൊരു വേവ്, ഒരു സിംഗിൾ വേവ്, ഈ ഡയറക്ഷനിൽ പോകുന്ന വേവ്. ലൈറ്റ് ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സി, മറ്റേതെങ്കിലും വേവാണ് അതാത് വെലോസിറ്റി. ഇത് വേവിൻ്റെ ഹെഡായത് ലീഡിങ് എൻഡ് എന്ന് പറയും. ഇത് ട്രെയിലിങ് എൻഡ്, ബാക്കിൽ നിൽക്കുന്ന എൻഡ്. അപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒന്നിന് പുറകെ ഒന്നായിട്ട് പോകുന്നു. ഇവിടെ ഫേസ്, ഈ ഫേസ് എന്ന് പറഞ്ഞാൽ ഘട്ടം, സ്റ്റേജ്, ആ വേവിൻ്റെ ഏത് ഭാഗമാണോ നമ്മൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആ സമയത്തെ ആ വേവിൻ്റെ അവസ്ഥ. അത് ചിലപ്പോൾ ക്രസ്റ്റാവാം, ചിലപ്പോൾ ട്രഫാകാം, മറ്റേതെങ്കിലും സ്ഥാനങ്ങളാകാം. അതിനനുസരിച്ച് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ട്രെയിലിംഗ് എൻഡിലെ ഫേസ് 0 എന്ന് എടുക്കുന്നു എന്നിരിക്കട്ടെ, φ = 0. എങ്കിൽ ലീഡിങ് എൻഡിലെ ഫേസ് 2π റേഡിയനാണ്. ഇവിടെ ഒരു ഫുൾ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വേവ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഫേസ് 2π, ഫേസ് 10π എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം 5 വൈബ്രേഷൻസ് എവിടെയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 വേവ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് 0-ഉം 2πയും ഈ ദൂരമാണ് വേവ് ലെങ്ത്. അപ്പോൾ ഡിസ്റ്റൻസ് ലാംഡ എന്ന് പറയുമ്പോൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു എ ഫേസ് ഡിഫറൻസ് ഓഫ് 2π - 0 or 2π. അപ്പോൾ ലാംഡ റെപ്രസെൻറ്റ്സ് എ path length of lambda is equivalent to a phase difference of 2π - 0 or 2π. അപ്പോൾ ലാംഡയ്ക്ക് 2π എങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ദൂരം എത്ര ഫേസ് ഡിഫറൻസിന് ഇക്വലൻ്റാണ്? വെറും സിമ്പിൾ അരിത്മെറ്റിക്. ലാംഡയ്ക്ക് 2π എങ്കിൽ ഡെൽറ്റയ്ക്ക് എത്രയാണ്? ഈ ഡെൽറ്റയ്ക്ക് പറയുന്ന പറയുമ്പോൾ ലാംഡ ദൂരം എന്ന് പറയുമ്പോൾ ഫേസ് ഡിഫറൻസ് 5 എങ്കിൽ യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫേസ് ഡിഫറൻസ് ഈസ് 2π ലാംഡ എങ്കിൽ ഡെൽറ്റയ്ക്ക് ഇൻറ്റു ഡെൽറ്റ. ഈ ഡെൽറ്റയ്ക്ക് പറയുന്ന പേരാ പാത്ത് ഡിഫറൻസ്. രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ദൂര വ്യത്യാസം. അപ്പോൾ ഇതിപ്പോൾ രണ്ട് സാധനങ്ങൾ തമ്മിൽ ടിയും എല്ലും നമ്മളുടെ ദൂര വ്യത്യാസമാണ് ലാംഡ, അതിന് 2π എങ്കിൽ ഡെൽറ്റയ്ക്ക് 2π ലാംഡ ഇൻറ്റു 5. ഇത് റേഡിയനില്ല, ഇത് മീറ്ററിലോ SI സിസ്റ്റത്തിൽ മീറ്ററിൽ. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഈക്വൽസ് 2π ബൈ വേവ് ലെങ്ത് ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ഇത് വേവ് ഓപ്റ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ഫോർമുലയാണ്. ഇനി ലൈറ്റ് വേവ് ആണെങ്കിൽ വെലോസിറ്റി c എങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽസ് വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ഡെൽറ്റ ഈക്വൽസ് c ഇൻറ്റു ഡെൽറ്റ t. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ് എത്ര ടൈം ഡിഫറൻസിന് ഇക്വലൻ്റാന്ന് ചോദിച്ചാൽ ഡെൽറ്റ ടി. ഇത് രണ്ടും കൂടെയുള്ള റിലേഷൻ പാത്ത് ഡിഫറൻസ് ഈക്വൽസ് c ഇൻറ്റു ടൈം ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതൊക്കെ. ഇനിയും ഇവിടെ ഇപ്പോൾ രണ്ട് സോഴ്സസ് ഉണ്ട്, S1 S2. ഈ രണ്ട് സോഴ്സിൽ നിന്ന് ലൈറ്റ് നമുക്കിപ്പോൾ കൈകാര്യം ചെയ്യേണ്ട ലൈറ്റ് ഇറങ്ങിപ്പോകുന്നു. ഈ സ്ക്രീനായത് S1P ഈ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും n വേവ്സ്, ഈ ദൂരം n വേവ്സ് ഇവിടെ ചെല്ലുന്നു എന്നിരിക്കട്ടെ. ഇവിടുന്ന് n+m വേവ്സ് ഇവിടെ എത്തുന്നു എങ്കിൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ S1P എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ലാംഡ. ഒരു വേവിൻ്റെ ലെങ്ത് ലാംഡ. അപ്പോൾ n വേവ്സ് എന്ന് പറയുമ്പോൾ ദൂരം ഡിസ്റ്റൻസ് n ഇൻറ്റു ലാംഡ. S2P എന്ന് പറഞ്ഞാൽ n+m ഇൻറ്റു ലാംഡ. എങ്കിൽ
ഈ പിയിലെ പാത്ത് ഡിഫറൻസ് ഫ്രം S1 ആൻഡ് S2 ഡെൽറ്റ ഈക്വൽസ് S2P മൈനസ് S1P. That is n plus m into lambda minus n lambda equals m lambda. അതാണ് പാത്ത് ഡിഫറൻസ്. എങ്കിൽ അവിടുത്തെ ഫേസ് ഡിഫറൻസ് ഫൈ ഈക്വൽസ് 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ. ദറ്റ് ഈസ് 2π ബൈ ലാംഡ ഇൻറ്റു എം ലാംഡ ഓർ ഫൈ ഈക്വൽസ് 2π ഇൻറ്റു എം. സോ അത്രയും റേഡിയൻ. ഇതെല്ലാം ബേസിക്സാണ്. ഇത് വെച്ച് നമുക്ക് കൊച്ചു ഞൊടുക്ക് കാൽക്കുലേഷൻസൊക്കെ പെട്ടെന്ന് ചെയ്യാം വേവ് ഓപ്റ്റിക്സിൽ. ഇനി ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത എന്ന് പറയുന്നത് ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണെന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് കൂടിയ വേവ് എന്ന് പറയുമ്പോൾ തീവ്രത കൂടുതലതിന്. അപ്പോൾ ഇത് ആംപ്ലിറ്റ്യൂഡ് എ ആണെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ദി വേവ് ഐ ഈക്വൽസ് എ സ്ക്വയർ പ്രൊപ്പോർഷൻ ടു എ സ്ക്വയർ എന്നാൽ, പക്ഷേ നമ്മൾ ഐ ഈക്വൽസ് എ സ്ക്വയർ എന്നങ്ങ് എടുക്കും. ഇനി രണ്ട് സോഴ്സസ് ആയത് അത് തമ്മിലുള്ള അകലം ഡി എന്നിരിക്കട്ടെ. ഇതൊരു സ്ക്രീന്. മുമ്പേ പറഞ്ഞ പോലെ ഈ S1 നിന്നും വരുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റി I1 എന്നിരിക്കട്ടെ. S2 നിന്നും വരുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റി I2. ഈ പിയിലെത്തുമ്പോഴുള്ള ഇൻറ്റൻസിറ്റിയായി പറയുന്നത്. എങ്കിൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള ഇവിടുത്തെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിക്കുള്ള ഒരു ഫോർമുല ഉണ്ട്. I ഈക്വൽസ് I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 ഇൻറ്റു cos phi. 2√I1 √I2 ഇൻറ്റു cos phi. ഈ I1 എന്ന് പറഞ്ഞാൽ √I1 സ്ക്വയറാണ്, √I2 സ്ക്വയർ. അപ്പോൾ I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos phi. അപ്പോൾ രണ്ട് വേവ്സ് ഇൻ്റർഫിയർ ചെയ്യുന്നപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിലെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി I ഈക്വൽസ് I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos phi. ഈ ഫൈ എന്ന് പറയുന്നത് പിയിലെ ഫേസ് ഡിഫറൻസാണ്. ദറ്റ് ഈസ് ഫൈ ഈക്വൽസ് 2π ബൈ ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ് S2P മൈനസ് S1P. ഇനി ഈ ഫൈ കോസ് ഫൈ 1 ആയിരിക്കുമ്പോൾ +1 ആയിരിക്കുമ്പോൾ I ഈസ് മാക്സിമം. അപ്പോൾ I മാക്സിമം എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 പ്ലസ് 2√I1 I2. I1 എന്ന് പറഞ്ഞാൽ √I1 സ്ക്വയർ പ്ലസ് √I2 സ്ക്വയർ പ്ലസ് 2√I1 √I2. അതിപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB എന്നുള്ള ഫോമാണ്. സോ I മാക്സിമം ഈക്വൽസ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ച് ഫോം ചെയ്യാം. കോസ് ഫൈ -1 ആയിരിക്കും, ഇതങ്ങ് മൈനസ് ആകും. സോ I ബിക്കംസ് എ മിനിമം. ചുരുക്കത്തിൽ I മാക്സിമം ഈക്വൽസ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. അവിടെ എ എന്ന് പറഞ്ഞാൽ √I1 പ്ലസ് ബി ഈസ് √I2 ദി ഹോൾ സ്ക്വയർ. I മിനിമം ഈസ് √I1 മൈനസ് √I2 ദി ഹോൾ സ്ക്വയർ. ഇതെല്ലാം മനസ്സിലിരിക്കണം. ഇനി രണ്ട് സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഈക്വൽ ആണെന്നിരിക്കട്ടെ. സെലക്ട് I1 ഈക്വൽസ് I2 ഈക്വൽസ് I0 എന്നിരിക്കട്ടെ. ഓരോ സോഴ്സിൻ്റെയും നിന്നും വരുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റി I0 എന്നിരിക്കട്ടെ. എങ്കിൽ ഈ ഫോർമുലയിൽ I മാക്സിമം, അപ്പോൾ ജനറൽ ഫോർമുല കൊടുക്കുമ്പോൾ I ഈക്വൽസ് I1 വരെ I0 പ്ലസ് I2 I0 പ്ലസ് 2√I1 I2 √I0 ഇൻറ്റു I0 എന്ന് പറയുമ്പോൾ I0 ഇൻറ്റു cos phi. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ദിസ് ഈസ് 2I0 പ്ലസ് 2I0 ഇൻറ്റു cos phi ഓർ 2I0 ഇൻറ്റു 1 പ്ലസ് cos phi. 1 പ്ലസ് cos phi ഈസ് 2 cos square phi by 2. ട്രിഗ്നോമെട്രിയുടെ റിലേഷൻ ആവും. ചുരുക്കത്തിൽ I ഈക്വൽസ് 4I0 cos square phi by 2. 5 ഫേസ് ഡിഫറൻസ് ആണ് നോക്കണം. ഇതാണ് ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള ഓരോ ഏതെങ്കിലും ഒരു പൊസിഷനിലെ ഇൻറ്റൻസിറ്റിക്കുള്ള ഫോർമുല. ഇവിടെ കോസ് ടേം അങ്ങ് +1 ആകുമ്പോൾ
I maximum becomes 4I0. ഇതാ ബ്രൈറ്റ് ഫ്രിഞ്ച് എൻ്റെ ഇൻറ്റൻസിറ്റി. കോസ് ഫൈ 0 ആകുമ്പം കോസ് ഫൈ -1 ആയാലും സ്ക്വയർ ഉള്ളതുകൊണ്ട് ഈ മാക്സ് റിസൾട്ടേ വരത്തുള്ളൂ. കോസ് ഫൈ 0 ആകുമ്പോൾ I becomes 4I0 into 0, that is I0. This is bright fringe, dark fringe. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഇൻറ്റൻസിറ്റി, ഒരു സോഴ്സിൽ നിന്നും വരുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ 4 ടൈംസ് ആണ് ബ്രൈറ്റ് ഫ്രിഞ്ചിലെ ഇൻറ്റൻസിറ്റി. 0 ആണ് ഡാർക്ക് ഫ്രിഞ്ചിലെ ഇൻറ്റൻസിറ്റി. എങ്കിൽ പാറ്റേണിൻ്റെ ആവറേജ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആവറേജ് 0 + 4I0/2. ദറ്റ് ഈസ് I ആവറേജ് ഈക്വൽസ് 2I0. ഇതെന്തിന് ഈക്വലാ? രണ്ട് സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി വെറുതെ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് 2I0. അപ്പോൾ ആവറേജ് ഇൻറ്റൻസിറ്റി ഓഫ് an interference pattern is equal to the sum of the intensities of the two waves. ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട പോയിൻറ്റുകളാണ്. അടുത്ത പോയിൻറ്റ് മുമ്പേ കാണിച്ച ഫിഗർ S1 S2 രണ്ട് സോഴ്സസ്, കൊഹിയറൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും സ്റ്റഡി ആയിട്ട് ആ വേവ്സ് ഇറങ്ങിപ്പോകുന്നത്. ആ രണ്ട് വേവ്സും തമ്മിൽ ഒന്നൊന്നിനേക്കാൾ സ്പീഡ് കൂടുകയോ കുറയുകയോ തോന്നിയ ഫേസ് മാറുകയോ ഒന്നും ചെയ്യില്ല എന്നർത്ഥം. ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസായി രണ്ട് വേവ്സും തമ്മിൽ സൂക്ഷിക്കുമ്പോഴാണ് അതിനെ കൊഹിയറൻറ്റ് സോഴ്സസ് എന്ന് വിളിക്കുക. പി മീറ്റ് ചെയ്യുന്നു. ഇത് സെൻറ്ററാണ്. S1 S2 ഒന്നും തുല്യ അകലത്തിലുള്ള സ്ക്രീനിലെ പോയിൻ്റാണ്. ഇവിടെ എപ്പോഴും ഇൻ ഫേസിലേ വരത്തുള്ളൂ. ദൂരം തുല്യമായതുകൊണ്ട് ഇവിടെ പാത്ത് ഡിഫറൻസ് 0 പാത്ത് ഡിഫറൻസ് 0 ആണ്, ഫേസ് ഡിഫറൻസ് 0. ഇത് എന്ത് ഫ്രിഞ്ച് എന്നാമത്തെ, ഇതിനിടയ്ക്ക് ഇങ്ങനെ ബ്രൈറ്റ് ഡാർക്ക് പല ഫ്രിഞ്ചുകളുണ്ടാവും. ഇവിടെ ഇപ്പോൾ എന്ത് ഫ്രിഞ്ച് ആണെന്നിരിക്കട്ടെ. എങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രിഞ്ചിൻ്റെ, ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത്, ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഈക്വൽസ് λ × d/d. Capital D is distance between the double slits and the screen. Small d is the distance between the double slits. എങ്കിൽ ഇവിടെ എന്നാമത്തെ ഫ്രിഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ OP എന്ന് പറയുന്ന അകലം എന്ത് ഫ്രിഞ്ചിലേക്ക്, സെൻട്രൽ ഫ്രിഞ്ചിൽ നിന്നുമുള്ള അകലം xn ഈക്വൽസ് n × ബീറ്റ. ഒരു ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് ബീറ്റ ആണെങ്കിൽ n ഫ്രിഞ്ചസ് ഇവിടെ ഉണ്ട്, അപ്പോൾ n ബീറ്റ. ഇതൊരു ബ്രൈറ്റ് ഫ്രിഞ്ച് ആണെങ്കിൽ ഈ പാത്ത് ഡിഫറൻസ് S1 S2p - S1p എന്ന് പറയുന്ന ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ must be equal to n lambda, an integer multiple of wavelength. ഇവിടെ എന്ത് ഡാർക്ക് ഫ്രിഞ്ചാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ½ ലാംഡയുടെ കൂട്ടണം. കാരണം ഒരു ക്രസ്റ്റിൻ്റെ സ്ഥാനത്ത് ഒരു ട്രഫ് വരുമ്പോഴേ ക്യാൻസലേഷൻ നടക്കുന്നു. അപ്പോൾ 0 ആയി പോകാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് സോഴ്സിൽ നിന്നുള്ള ക്രസ്റ്റ് അല്ല ട്രഫ് മീറ്റ് ചെയ്യുന്ന സ്ഥാനം. അതിൻ്റെ സ്ഥാനത്ത് ഒരു λ/2 ദൂരം കൂടെ മാറിക്കഴിയുമ്പോൾ ക്രസ്റ്റും ട്രഫും കൂടെ മീറ്റ് ചെയ്തിട്ട് അവിടെ ഡാർക്ക്നെസ് ഫോം ചെയ്യും. അപ്പോൾ ഡാർക്ക് ഫ്രിഞ്ച്, എന്ത് ഡാർക്ക് ഫ്രിഞ്ചിനുള്ള കണ്ടീഷൻ ഡെൽറ്റ ഈക്വൽസ് n λ + λ/2. അപ്പോൾ ഒരു ഡാർക്ക് ഫ്രിഞ്ചും തൊട്ടടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ചും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ λ/2 ആണ്. n λ + λ/2 - n λ. അപ്പോൾ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചും തൊട്ടടുത്ത ഡാർക്ക് ഫ്രിഞ്ചും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഇനി ഏതെങ്കിലും ഒരു ലൈറ്റ് ബീം ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ കൂടെ, സ്ലാബിൽ കൂടെ കടന്നു പോകുന്നിരിക്കട്ടെ, അതിൻ്റെ തിക്നെസ് d എങ്കിൽ ഇതിനകത്ത് സ്പീഡ് കുറയും, ലൈറ്റിന് സ്പീഡ് കുറയും. അപ്പോൾ രണ്ട് വേവ്സ് ഒന്നിച്ച് പുറപ്പെട്ടു. അതിലൊരു വേവിന് ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ അതൊന്ന് സ്ലോ ആകും, മറ്റേ മുന്നിട്ട് പോകും. അപ്പോൾ അവർ തമ്മിൽ ഒരേ പാരലൽ പാത്തിൽ കൂടെ പോയാലും ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. ഈ പാത്ത് ഡിഫറൻസ് കാണാനുള്ള ഇതൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റിങ്ങിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്.
d into mu minus 1. Mu is the refractive index of the material of the slab. ഇത്ര അറിഞ്ഞ വേവ് ഒപ്റ്റിക്സിലെ ഒരുമാതിരിപ്പെട്ട ഏത് ചോദ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാം. അത് നമുക്ക് എക്സാമ്പിളായിട്ടൊന്ന് രണ്ടെണ്ണം കാണാം, ബാക്കി അടുത്ത പോസ്റ്റിങ്സ് വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു pulses are traveling along a string in opposite directions. Two pulses are traveling along a string in opposite directions. If the pulses are 6 centimeters apart at a particular instant of time and they move with the velocity v equals 2 centimeters per second, choose the correct statement. A. The pulses meet at t equals 1.5 centimeter, semicolon ഇട്ടിട്ട് displacement and energy becomes 0. B. The pulses meet at 3 seconds. Displacement is 0 but energy is non-zero at the instant. C. The pulses meet at t equals 3 seconds. Displacement and energy becomes 0. D. The pulses meet at t equals 1.5 seconds. Displacement becomes 0 but energy is non-zero. ഫിഗർ തന്നിട്ടുണ്ട്. ഒരു പൾസ് സ്ട്രിങ്ങിൽ കൂടി ഇങ്ങോട്ട് പോകുന്നു, മറ്റൊരു പൾസ് അതേ സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ട് വരും. ഇവർ തമ്മിൽ 6 സെൻറ്റിമീറ്റർ അകലം ഉള്ളപ്പോഴാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. എങ്കിൽ ഇത് മീറ്റ് ചെയ്യണമല്ലോ. എത്ര സമയം കഴിയുമ്പോൾ മീറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇത് അപ്പ് വേർഡാണ്, ഇത് ഡൗൺ വേർഡാണ്, സെയിം ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആംപ്ലിറ്റ്യൂഡ് ക്യാൻസൽ ചെയ്യണം, ഡിസ്പ്ലേസ്മെൻ്റ് അങ്ങ് 0 ആവണം. എപ്പോൾ മീറ്റ് ചെയ്യും? വെലോസിറ്റി, ഇത് തമ്മിലുള്ള വെലോസിറ്റി v പ്ലസ് v വരണ്ടേ, റിലേറ്റീവ് വെലോസിറ്റി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ വെലോസിറ്റി ആഡഡ് ആവണമല്ലോ, കൂടണമല്ലോ. അപ്പോൾ ടൈം എപ്പോൾ മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ t ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി, s ബൈ 2v. വെലോസിറ്റി 2v ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 2v. s is 6 centimeter by 2 into velocity 2 centimeter per second എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6 by 2 into 2 that is 1.5 seconds. അപ്പോൾ ഇത് 1.5 സെക്കൻഡ് കഴിയുമ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങ് 0 ആകും. പക്ഷേ എനർജി 0 ആവില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ആ നിമിഷം രണ്ടും കൂടെ ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ട് വേവും കൂടെ ചേർന്നിട്ട് അവിടുത്തെ പാർട്ടിക്കിൾ മൊമെൻ്ററിലി ആയിട്ടൊന്ന് അട്രസ്റ്റ് വരുന്നു എന്ന് വെച്ച് അതിൻ്റെ കയ്യിലപ്പോൾ എനർജി ഉണ്ട്. ആ എനർജി ഉപയോഗിച്ചത് കണ്ടിന്യൂ ചെയ്യണം ഇറ്റ്സ് മോഷൻ. അപ്പോൾ ചോയ്സ് ഡി. ദി പൾസസ് മീറ്റ് അറ്റ് t equals 1.5 seconds. Displacement becomes 0 but energy is non-zero. ഡിസ്പ്ലേസ്മെൻറ്റ് എനർജി 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ പൾസോടെ തീർന്നു, പിന്നെ ഉണ്ടാവില്ല. പക്ഷേ കൊടുത്ത എനർജി നഷ്ടപ്പെടാൻ പാടില്ല. ഈ പൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത എനർജി അതിൻ്റെ കൈവശമുണ്ട്, അതിവിടെ പോകാൻ. അടുത്ത ചോദ്യം, 2 point sources S1 and S2 emit coherent waves. If points on the curve C1, C2 shown in the figure have a constant phase difference, then a relation connecting R1 and R2, ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. A. R1 minus R2 equals lambda by 2 pi. B. Lambda plus lambda 2, lambda 1 plus lambda, ആദ്യത്തെ lambda 1 minus lambda 2 is lambda by, R1 minus R2 equals lambda by 2 pi. B. R1 plus R2 equals lambda by 2 pi. C. R1 minus R2 equals constant. D. R1 minus R2 equals 2 pi.
ഫിഗർ ഇതാ S1 S2 ഇതാണ് കർവ് C1 C2. ഈ കർവിൽ ഏത് പോയിൻ്റ് എടുത്താലും സെയിം ഫേസ് ഡിഫറൻസ് ആണെന്ന് പറയുന്നുണ്ട്. അത് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് എന്നാണ്. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസാണ്. ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ പാത്ത് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പാത്ത് ഡിഫറൻസ് ഇവിടെ ഏതാ R1 മൈനസ് R2. ദാറ്റ് മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. അതാ ചോയ്സ്. R1 മൈനസ് R2 ഈക്വൽസ് 2π എന്ന് കാണിക്കുന്നുണ്ട്. ഇതും കോൺസ്റ്റൻറ്റാണ്. പക്ഷേ നമുക്ക് ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ അറിഞ്ഞുകൂടാ ചോദ്യം അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇത് പറയാനേ പറ്റൂ. R1 മൈനസ് R2 പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. ചോയ്സ് ഈസ് C. കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത പോസ്റ്റിങ്സ് വരും. വീണ്ടും നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ളതൊക്കെ വരും. താങ്ക് യു.